എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിനി ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് UJT ട്രിഗറിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ UJT ട്രിഗറിങ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം UJT എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് നേരം UJTയും അതിൻ്റെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ചൊന്ന് പറയും. UJT എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരു സ്കീമാറ്റിക് ആണ്, അതിൻ്റെ സിമ്പലാണ്. അപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ 3 ടെർമിനലുണ്ട്: എമിറ്റർ, ബേസ് 1, ബേസ് 2. ഓക്കെ, എമിറ്റർ, ബേസ് 1, ബേസ് 2. അതിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇസ് ഹെവിലി ഡോപ്ഡ് പി റീജിയൻ. ദ ബൾക്ക് ഓഫ് ദ ഡിവൈസ്, ഇത്രയും പോർഷൻ ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയൻ. അപ്പം ആകെപ്പാട് ഒരു പി റീജിയൻ ഒരു എൻ റീജിയൻ മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി വൺ ജംഗ്ഷൻ. അൺലൈക്ക് എ നോർമൽ ട്രാൻസിസ്റ്റർ, ദിസ് ഡിവൈസ് ഈസ് ഹാവിംഗ് ഓൺലി വൺ ജംഗ്ഷൻ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് യൂണി ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇത് നോക്കിയാൽ when you forward bias this junction, അതായത് ഇപ്പോൾ ഇതൊരു പി ആണ്, ഇത് N ആണ്, പി എൻ ജംഗ്ഷൻ. ദിസ് ഇസ് പി, ദിസ് ഇസ് എൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പി എൻ ജംഗ്ഷനിൽ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ടു ദ ഇൻസൈഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ആരോ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ സെമി കണ്ടക്ടർ ബൾക്കിനെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇക്വലൻ്റ് ആണത്. യു ക്യാൻ മോഡൽ ഇറ്റ് എസ് എ റെസിസ്റ്റൻസ്. സോ അറൗണ്ട് ഒരു 20-25 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസ് വരും ടിപ്പിക്കലി നോർമൽ ഓപ്പറേഷനിൽ. അപ്പോൾ ഇറ്റ് ഈസ് ആസ് ഇഫ് യു ആർ പാർട്ടീഷനിങ് ദിസ് ഹോൾ റെസിസ്റ്റൻസ് ഇൻടു 2. അതായത് ഇപ്പം ഈ പോയിന്റ്, എമിറ്റർ പോയിന്റിൽ നിന്നും ഈ ബൾക്കിലേക്കുള്ള പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് പോയിന്റ്, ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ റീജിയൻ. അവിടെ നിന്ന് B1 എന്ന് പറയുന്ന ടെർമിനലിലേക്കുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ RB1 എന്നും, ഈ പോയിന്റിൽ നിന്ന് B2 എന്ന് പറയുന്ന ടെർമിനലിലേക്കുള്ള റെസിസ്റ്റൻസ് നമ്മൾ RB2 എന്നും ഡിനോട്ട് ചെയ്താൽ, ബോത്ത് ആർ റെസിസ്റ്റൻസസ് ഡിനോട്ട് ചെയ്താൽ, ദ വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് VE, ഓക്കെ, VE is equal to, അല്ലെങ്കിൽ എന്താ പറയാം, VAB1 എന്ന് പറയാം. വോൾട്ടേജ് ബിറ്റ്വീൻ these 2 points, VAB1, can be written as the total voltage, base to base voltage. And if I assume it to be, if I denote it to be VBB, base to base voltage, if I denote it to be VBB, this VAB1 can be expressed as total voltage VBB times RB1 divided by RB1 plus RB2. Voltage division rule. RB1 plus RB2. Okay, this quantity we call intrinsic standoff ratio or denoted by eta. Eta എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതാം, this can be written as eta VBB. ഓക്കെ, അപ്പോൾ സത്യത്തിൽ യു ആർ ഹാവിങ്, ഇപ്പോൾ നോർമലി നമ്മൾ ബയാസ് ചെയ്യുന്നത് ഈ കാണുന്ന പോലെ തന്നെയാണ്. അതായത് യു കൺസിഡർ ദിസ് ബേസ് 1 ടെർമിനൽ ടു ബി ദ കോമൺ ടെർമിനൽ ഫോർ ബോത്ത് B2 ആൻഡ് എമിറ്റർ. അതായത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന 2 വോൾട്ടേജ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, വിത്ത് റെസ്പെക്ട് ടു ബേസ് 1 യു അപ്ലൈ എ VBB. ഓക്കെ, ബേസ് ടു ബേസ് വോൾട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഹിയർ യു അപ്ലൈ അനദർ വോൾട്ടേജ് VEE. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെൻ യു അപ്ലൈ VBB ലൈക്ക് ദിസ്, ഇങ്ങനൊരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്, ദിസ് പോയിന്റ് ഈസ് ഹാവിങ് എ വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു eta VBB. അതിനർത്ഥം
അടുത്ത ചിത്രം കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ രണ്ട് വോൾട്ടേജ് സപ്ലൈയും കൂടി ചേർത്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണിത്. അപ്പം ഇതിനർത്ഥം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ദിസ് ഇസ് VBB, ബേസ് ടു ബേസ് DC വോൾട്ടേജ് VBB. അതോടൊപ്പം തന്നെ ഹിയർ ഇൻ ദ എമിറ്റർ സർക്യൂട്ടറി യു സപ്ലൈ എ വോൾട്ടേജ് VEE. ഇനി ഈ VEEയുടെ മാഗ്നിറ്റ്യൂഡ് ഈവൻ ദോ ഈ DC വോൾട്ടേജ് സപ്ലൈഡ് DC വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിലും the voltage appearing at the emitter terminal is denoted as V small letter e. അപ്പം you can change this emitter voltage by changing this resistance RE. എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്? കാരണം എനിവേ ഇതൊരു ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് ആണ്. അപ്പം നിങ്ങൾക്ക് when you change the current that is flowing through the RE-യിലൂടെയുള്ള കറണ്ട് ഫ്ലോ മാറും, എന്ത് പറ്റും? ഇതിനക്രോസുള്ള ഡ്രോപ്പ് മാറും. അപ്പോൾ ഈ ദിസ് VEE വോൾട്ടേജ് ബീയിങ് കോൺസ്റ്റന്റ്, ഇവിടുത്തെ ഡ്രോപ്പ് മാറിയാൽ ഇത് ഒഴിച്ച് ബാക്കിയുള്ള വോൾട്ടേജ് മാത്രമായിരിക്കും നിങ്ങളുടെ VE ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അതായത് എങ്ങനെ പറയാം? അപ്പം VEE ഈസ് ഈക്വൽ ടു IE RE പ്ലസ് VE എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? അതായത് IE RE ആണ് ഇവിടുത്തെ ഡ്രോപ്പ്. That plus the emitter voltage will give you the total voltage VEE. അപ്പോൾ when you change this resistance value, you can effectively change the value of emitter voltage. Okay, കാരണം വെച്ചാൽ ഇത് കോൺസ്റ്റന്റ് ആണ്, സപ്ലൈഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ കേസ്. അപ്പം ഇനി നമുക്ക് നോക്കാം, രണ്ട് സപ്ലൈ വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. VBBയുടെ ഒരു സർട്ടൺ ഫ്രാക്ഷൻ നമുക്കറിയാം എത്രയാണ് ആ ഫ്രാക്ഷൻ എന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു ഈറ്റ ടൈംസ് VBB ഇവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് ദിസ് കാത്തോഡ് ടെർമിനൽ ഈസ് ഹാവിങ് എ വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു ഈറ്റ VBB. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് അൺടിൽ ദ ആനോഡ് വോൾട്ടേജ് എന്നല്ല പറയേണ്ടത്, സോറി, അതായത് ആനോഡ് വോൾട്ടേജ് ഓഫ് ദിസ് ഡയോഡ് അപ്പം വിച്ച് ഇസ് ദ എമിറ്റർ വോൾട്ടേജ് ഇറ്റ് സെൽഫ്. അപ്പം നമ്മൾ ഈ UJTയുടെ എമിറ്ററിലുള്ള വോൾട്ടേജ് ഈറ്റ VBB ആകുന്നിടം വരെ ദിസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ശരിയല്ലേ? കാരണം ഇതിന്റെ ഈ ടെർമിനൽ A എന്ന് പറയുന്ന പോയിന്റിൽ ദ വോൾട്ടേജ് ദാറ്റ് ഈസ് അപ്പിയറിംഗ് ഈസ് ഈറ്റ VBB. അപ്പം ഇവിടെ ഈറ്റ VBB ആകുന്നിടം വരെ എന്തായിരിക്കും? എനി വോൾട്ടേജ് ദാറ്റ് യു അപ്ലൈ വിച്ച് ഇസ് ലെസ് ദാൻ ഈറ്റ VBB വിൽ മേക്ക് ദ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പം ഇവിടത്തെ വോൾട്ടേജ് മിനിമം എത്ര ആയിരിക്കണം? മിനിമം ഈറ്റ VBB ആണെങ്കിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ ഡയോഡിന് യു വിൽ ഹാവ് എ ഫൈനൈറ്റ് ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ്. അപ്പോൾ എന്ത് വേണം? ഈറ്റ VBB പോരാ, ഈറ്റ VBB പ്ലസ് VD എന്നൊരു വോൾട്ടേജ് ആകുന്നിടം വരെയും എന്തായിരിക്കും? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ക്യാര കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഈ അപ്ലൈഡ് വോൾട്ടേജ് VE വേഴ്സസ് ആണ്. ഇത് Y ആക്സിസ് VE ആണ്, X ആക്സിസിൽ I ആണ്. അത് അപ്ലൈഡ് വോൾട്ടേജ് VE when it is less than ഈറ്റ VBB plus VD. അപ്പം അതിന് താഴെ ആയിരിക്കുന്ന വോൾട്ടേജ് മേ ബി സംവെയർ ഹിയർ ആയിരിക്കുന്നിടം വരെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ IEയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഐയുടെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ടു സ്മോൾ. പോരാത്തതിന് ഐയുടെ ഡയറക്ഷനും റിവേഴ്സ്ഡ് ആയിരിക്കും. ശരിയല്ലേ? അതായത് ഈ ഡയോഡിന്റെ പോയിന്റ് എയിൽ നിന്നും ഇയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ കറണ്ട് ഈസ് ഷോൺ ടു ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ആസ് യു ഇൻക്രീസ് ദ വോൾട്ടേജ്, എങ്ങനെ ഇൻക്രീസ് ചെയ്യും? ബൈ റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ്. നിങ്ങൾ ആ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന മുറയ്ക്ക് എന്ത് സംഭവിക്കും? വോൾട്ടേജ് കൂടുന്തോറും ഇറ്റ് ടെൻസ് ടു attain eta VBB plus VD. When it goes beyond that value, eta VBB കഴിഞ്ഞുള്ള വോൾട്ടേജ് കൂടുന്ന സമയത്ത് you see that the diode starts conducting. eta VBB plus VD ആയി അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് the diode starts conducting ചെയ്ത് the current increases. അപ്പോൾ ഇനി അതിനുശേഷമുള്ള ഫിനോമിന എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡയോഡ് ജസ്റ്റ് കണ്ടക്ട് ചെയ്ത് തുടങ്ങി, അതായത് കറണ്ട് ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനായി ഫ്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ,
ഇത് പി റീജിയൻ ആണ്, ഇത് എൻ റീജിയൻ ആണ്. അപ്പോൾ ഈ പിയിൽ നിന്ന് എന്നിലേക്ക് ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ. നമ്മൾ കണ്ടു ഇത് പി റീജിയൻ ഹെവിലി ഡോപ്ഡ് ആണ്, എൻ റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ വെൻ കണ്ടക്ഷൻ ബിഗിൻസ്, കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹോൾ ഫ്ലോ ഉണ്ടാവും. കാരണം പിയിൽ നിന്ന് എൻ റീജിയനിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. പക്ഷേ ഡിഫ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫ്യൂസ്ഡ് ഇൻ ടു എൻ എൻ റീജിയൻ. പക്ഷേ ബൈ വെർച്യൂ ഓഫ് ദിസ് ഡോപ്പിംഗ് ഡിഫറൻസ്, ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് വരുമ്പോൾ ഈ വരുന്ന ഹോൾസിനെ റീകമ്പൈൻ ചെയ്ത് കളയാനുള്ള അതിന് മാത്രം കോൺസെൻട്രേഷൻ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവണമെന്നില്ല എന്നല്ല, ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? You see that this region gets an excess of mobile holes. മൊബൈൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടും. അപ്പോൾ ഒരു റീജിയനിലെ മൊബൈൽ ചാർജ് കേരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് റീജിയൻ ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭാഗത്തുള്ള വോൾട്ടേജ് ഈറ്റ VBB കുറയും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ VBB is nothing but VBB is not VAB1 നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ സ്ലൈഡിൽ കണ്ടതാണ്. VAB1 is equal to VBB times RB1 by RB1 plus RB2. ശരിയല്ലേ? അപ്പോൾ ഈ ഭാഗത്തുള്ള ചാർജ് കേരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RB1 is getting reduced. RB1 താഴേക്ക് പോകും. RB1 താഴേക്ക് പോകുമ്പോൾ VAB1 താഴേക്ക് പോകും. അപ്പോൾ ഈ പോയിന്റിലെ വോൾട്ടേജ് കുറയുകയാണ്. അതേസമയം എന്ത് സംഭവിക്കുകയാണ്? സിൻസ് VEE is constant, എമിറ്ററിലെ വോൾട്ടേജ് അതേപടി നിൽക്കും. അപ്പോൾ ഈ ഡയോഡിന്റെ ആനോഡ് ടെർമിനലിലെ വോൾട്ടേജ് അതേപടി നിൽക്കുകയും കാഥോഡ് ടെർമിനലിലെ വോൾട്ടേജ് കുത്തനെ താഴേക്ക് പോവുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഡ്രോസ് മോർ കറണ്ട് ത്രൂ ദ ഡയോഡ്. അപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സംഭവിക്കും? തൊട്ട് മുമ്പ് പറഞ്ഞ ലൂപ്പ്, കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, കൂടുതൽ ഹോൾസ് ഇങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു, പിന്നെയും ഇവിടുത്തെ റെസിസ്റ്റൻസ് താഴേക്ക് പോകുന്നു. റെസിസ്റ്റൻസ് താഴേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കുറയുന്നു, അപ്പോൾ കൂടുതൽ കറണ്ട് ഇവിടെ നിന്ന് ഡ്രോ ചെയ്യുന്നു. അതായത് അത് റീജനറേറ്റീവ് ആയിട്ട് സംഭവിക്കും. ഒരേ സമയം കറണ്ട് കൂടുക, റെസിസ്റ്റൻസ് കുറയുക, റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ട് കറണ്ട് കൂടുക, കറണ്ട് കൂടിയുകൊണ്ട് റെസിസ്റ്റൻസ് കുറയുക. ഇതിങ്ങനെ സംഭവിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് റീജിയൻ ഇഫക്റ്റീവ്ലി ദ RB1 ഗോസ് ഡൗൺ ഫ്രം അറൌണ്ട് 25 kilo ohms ടു ഓൾമോസ്റ്റ് 5 ohms. 5 ohmസിലേക്ക് വരെ അത് താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്രോയിങ് ഹെവി കറണ്ട്. ഇറ്റ് മീൻസ് ദ UJT ഹാസ് ടേൺഡ് ഓൺ. ആ സമയത്ത് UJT ഓൺ ആയി എന്ന് നമുക്ക് പറയാം. അതാണ് ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ്. അതായത് കറണ്ട് കൂടുന്ന സമയത്ത് വോൾട്ടേജ് കുറയുന്ന ഫിനോമിനയാണ് വി കോൾ ഇറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് നമ്മൾ ഈ കാണുന്ന BC എന്ന് പറയുന്ന സെഗ്മെന്റ്. അപ്പം ഏകദേശം ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഗോട്ട് സ്റ്റെബിലൈസ്ഡ്. റെസിസ്റ്റൻസ് മീൻസ് RB1 ഗോട്ട് സ്റ്റെബിലൈസ്ഡ് ടു എ വാല്യൂ അറൌണ്ട് 5 ohms or 10 ohms. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, റെസിസ്റ്റൻസ് കുറയില്ല. പിന്നെ അതിനുശേഷം വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നതായിട്ട് കാണാം, വിച്ച് ഈസ് ദ നോർമൽ പോസിറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് പറയാൻ കാരണം നമുക്കറിയാം, ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/DI ആണ് അല്ലേ? അതായത് ഒരു കറണ്ട് വോൾട്ടേജ് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടക്ടൻസ് പറയുമ്പോൾ കണ്ടക്ടൻസ് G is equal to DI/dB രണ്ടും പറയാം. അപ്പോൾ ഒന്നുകിൽ റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ കണ്ടക്ടൻസും പോസിറ്റീവ് ആയിരിക്കും, റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ കണ്ടക്ടൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് നോക്കിയാൽ പോസിറ്റീവ് DI മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ് പോസിറ്റീവ് DI ആണ്. പോസിറ്റീവ് DI ഗിവ് റൈസ് ടു എ നെഗറ്റീവ് DB. മനസ്സിലായില്ലേ? സോ ഇറ്റ് മീൻസ് one of this quantity or it means these two quantities are having opposite sign. അതായത് ഒന്ന് DI പോസിറ്റീവ് ആണ്, so it means
dV നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് യു ഗെറ്റ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. സത്യത്തിൽ UJTയെ നമ്മൾ SCRന്റെ ട്രിഗറിങ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ്. സോ ഈ രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ ഡിവൈസുകളും നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഓസിലേറ്ററുകളായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമ്മളൊരു ഓസിലേറ്ററായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഇലക്ട്രോണിക് സെമികണ്ടക്ടർ ഡിവൈസുകൾക്ക് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്. അതിന് ഒരു ജംഗ്ഷനേ ഉള്ളൂ, 3 ടെർമിനലുണ്ട്. അതിനകത്ത് ഒരു ഹൈലി ഡോപ്ഡ് പി റീജിയൻ ഉണ്ടാവും, ഒരു ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയൻ ഉണ്ടാവും. This n region is the bulk of the semiconductor in between two terminals B1 and B2. Normally നമ്മൾ B1 നാണ് കോമൺ ടെർമിനൽ ആയിട്ട് വയ്ക്കുന്നത്. You apply two voltages, DC voltages VEE and VBB. When you apply a VBB, the whole of the voltage is divided into two. That is, this voltage is eta times VBB, where eta is called the intrinsic standoff ratio. RB1 divided by RB1 plus RB2. അപ്പോൾ ആ വോൾട്ടേജ് ആണ് ഇവിടെ A എന്നുള്ള പോയിന്റിൽ അപ്പിയർ ചെയ്യുന്നത്. സോ ഒപ്പോസിങ് ടു ഇറ്റ് യു അപ്ലൈ എമിറ്റർ വോൾട്ടേജ്. പക്ഷേ എമിറ്റർ വോൾട്ടേജ് വിൽ നോട്ട്, ഓർ ദ ഡയോഡ് വിൽ റിമെയിൻ റിവേഴ്സ് ബയാസ്ഡ് അൺടിൽ ദ ആനോഡ് വോൾട്ടേജ് ഓഫ് ദിസ് ടെർമിനൽ ഓർ ദ എമിറ്റർ വോൾട്ടേജ് റീച്ചസ് ഈറ്റ VBB പ്ലസ് VD വോൾട്ടേജ്. അതുവരെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. വെൻ യു ചേഞ്ച് ദ എമിറ്റർ റെസിസ്റ്റൻസ്, you essentially change the emitter current, so you change the emitter voltage. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എത്തിയാൽ റീജനറേറ്റീവ് ആയിട്ട് നിങ്ങളുടെ UJT ഓൺ ആവുന്നതായിട്ട് കാണാം. ദിസ് വോൾട്ടേജ് ഇസ് കോൾഡ് ദ പീക്ക് വോൾട്ടേജ്. അതായത് വോൾട്ടേജ് കൂടി ദിസ് ഇസ് ദ പീക്കിംഗ് വോൾട്ടേജ്. അതിനുശേഷം വോൾട്ടേജ് കുറയുകയുള്ളൂ. സോ ദിസ് വോൾട്ടേജ് ഇസ് കോൾഡ് ദ പീക്ക് വോൾട്ടേജ്. ദ കറസ്പോണ്ടിങ് കറണ്ട് ഇസ് കോൾഡ് ദ പീക്ക് കറണ്ട്. ഇനി this voltage is called the valley voltage. Valley voltage VB, corresponding current is called the valley current. Okay. അപ്പോൾ this is the working principle of യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് SCRനെ ട്രിഗർ ചെയ്യുന്നത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം.